സഫരും കി ജുഗൽബന്ദി യാത്രയുടെ ജുഗൽബന്ദിയിലെ കാണാക്കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം. അഞ്ജു ഖർബന്ദയുടെ ലഘുകഥയുടെ 4ാമത്തെ വീഡിയോ ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ വീഡിയോയിലൂടെ കഥയുടെ ആദ്യ ഭാഗത്ത് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ചോദ്യവും അതിലേക്ക് കണ്ടെത്താവുന്ന ഉത്തരങ്ങളുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: एसी के बजाय जनरल कोच से सफ़र का आनंद लेना, इसका मतलब क्या हो सकता है? എസിക്ക് പകരം ജനറൽ കോച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ സന്തോഷം, ഇതിൻ്റെ പൊരുൾ അല്ലെങ്കിൽ അർത്ഥം ഇതുകൊണ്ട് എന്താണ് മനസ്സിലാക്കുന്നത്? जनरल कोच में सफ़र करते समय कुछ सुविधाओं की कमी हो सकती है. ജനറൽ കോച്ച് യാത്ര ചെയ്യുമ്പോൾ ചില അസൗകര്യങ്ങൾ ഉണ്ടാകുന്നു. इसमें सफ़र करना खासकर कम बजट में यात्रा करने वाले यात्रियों के लिए कई मायनों में महत्वपूर्ण है. इसमें यात्रा सफ़र करना ഇതിൽ യാത്ര ചെയ്യുക, ഖാസ്കർ വിശേഷിച്ച് കം ബഡ്ജറ്റുമേം യാത്ര കർണേ വാലെ യാത്രയും കേലിയെ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് വേണ്ടിയിട്ട് കൈ മായനോമേ മഹത്വപൂർണ്ണ ഹെ, പല തരത്തിൽ പല രീതിയിൽ പല തരത്തിൽ പ്രയോജനപ്രദമാണ്. പ്രത്യേകിച്ച് കുറഞ്ഞ ബഡ്ജറ്റിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് പലതരത്തിൽ അല്ലെങ്കിൽ പല രീതിയിൽ പ്രയോജനപ്രദമാണ് ജനറൽ കോച്ചിലെ യാത്ര. യഹിന്ന കേവൽ കിഫായത്തി ഹെ, കിഫായത്തി എന്ന് പറഞ്ഞാൽ ചിലവ് കുറഞ്ഞത്. ഇത് കേവലം ചിലവ് കുറഞ്ഞത് മാത്രമല്ല, ബൽക്കി യഹ് യാത്രാക്കോ ഏക് അനോഖ അനുഭവ് ഭി ബനാത്താ ഹെ, ഇത് യാത്രയ്ക്ക് ഒരു വിചിത്രമായ അനുഭവം ഉണ്ടാക്കിത്തരുന്നു. അന്യ യാത്രിയും കെ സാത്ത്, മറ്റ് യാത്രക്കാരോടൊപ്പം ബാത്ചീത് കർണെ, സംഭാഷണത്തിലേർപ്പെടാനും അവർ വിഭിന്ന സംസ്കൃതിയും വ്യത്യസ്ത സംസ്കാരങ്ങളും അവർ ജീവൻ ശൈലിയും കോ ജാനിനെ കാ അവസർ പ്രദാൻ കർത്താ ഹെ, ജീവിത ശൈലികൾ മനസ്സിലാക്കാനുള്ള അവസരങ്ങളും ഇതുണ്ടാക്കുന്നു. യാത്ര യാദ്ഗാർ ഹോ സക്തി ഹെ, യാത്ര മറക്കാനാകാത്തതായി തീരുകയും ചെയ്യുന്നു. ഇനി നമുക്ക് കിഡ്കി കഹാനിയുടെ ലഘുകഥയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അതിൻ്റെ സംക്ഷിപ്ത രൂപം ഒന്ന് മനസ്സിലാക്കാം. ഹോഷിയാർപൂരിൽ നിന്നും വിവാഹക്ഷണം വന്നു. ട്രെയിനിൽ പോകാനായിരുന്നു തീരുമാനം. ശൈത്യകാലം തുടങ്ങിയതിനാൽ AC കോച്ചിലെ യാത്ര ഉപേക്ഷിച്ച് ജനറൽ കോച്ചിൽ യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഭാര്യയും കുട്ടികളും വിയോജിച്ചെങ്കിലും പിന്നീട് അവർ അത് അംഗീകരിച്ചു. ദില്ലിയിൽ നിന്നും 8 മണിക്കൂർ യാത്രാ സീറ്റ് ബുക്ക് ചെയ്തിരുന്നതുകൊണ്ട് മറ്റ് അസൗകര്യമൊന്നും ഉണ്ടായില്ല. ഇതാണ് കഥയുടെ ഇതുവരെയുമുള്ള ഭാഗങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, വീഡിയോയിലുള്ള കണ്ടൻറ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യണം. സംശയങ്ങൾക്ക് വിളിക്കാവുന്നതുമാണ്.